ഹായ് ഗൈസ്, നമ്മൾ എന്നൊരു ചെടി നട്ടാലോ? ഇത് ഞാൻ ഒരു 10 രൂപേൻ്റെ ചെടിച്ചട്ടി വാങ്ങിയതാണ്. അപ്പം നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് ഇതിൽ മണ്ണ് നിറച്ചിട്ട് ചെടി നടാം. ഇതാണ് നമ്മൾ മണ്ണ് മാന്താൻ എടുക്കുന്നത്. ഈ സാധനം എവിടെ കണ്ടാലും എനിക്ക് പേടിയാണ്. പേടിക്ക് പിന്നിലൊരു ഞെട്ടിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു കഥയുണ്ട്. അതിപ്പോൾ ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പം നമുക്ക് മണ്ണ് മാന്താം. സമയം ഇപ്പം 6 മണിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വെളിച്ചം കുറവാണ്. ഞാനിപ്പം വന്നിട്ടേ ഉള്ളൂ ടൗണിൽ പോയിട്ട്. നല്ല നനഞ്ഞ മണ്ണാട്ടോ. ഡിമാൻഡുള്ള മണ്ണാണ്. അപ്പുറത്തെ വീട്ടിലെ സുമതി ചേച്ചിയൊക്കെ അവിടെ വന്നിട്ട് പോലെ വീട്ടിൽ മുറ്റം വൃത്തിയാക്കണ്ടിട്ട് ഇവിടുന്ന് മണ്ണെടുത്തൊക്കെ കൊണ്ടുപോകും. ബക്കറ്റിൽ കവറിലൊക്കെ ആക്കിയിട്ട് നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. നമുക്ക് ചെടി നടാൻ അകത്തേക്ക് പോവാം. അകത്താണ് നമ്മൾ ചെടി വെക്കുന്നത്. ചെടി നടുകയാണ്. ഇതാണ് ചെടി. ഞങ്ങളിവിടെ പത്തടി മുല്ല എന്ന് പറയും. ഇതിന് പല തരമുണ്ട് കേട്ടോ. ഇത് മഞ്ഞ കളറാണ്. ഇതിൻ്റെ ഇലയ്ക്കും വ്യത്യാസമുണ്ട്. 3 കളറുണ്ട് ഇത്. എന്താ മഞ്ഞ പൂവ്. തൽക്കാലം നമ്മളെല്ലാം ഇതെല്ലാം കൂടി ഒരൊറ്റ ചട്ടിയിൽ വെക്കുകയാണ്. കുറച്ച് നമുക്ക് കൈപ്പശ്ശേരി വീട്ടിലേക്ക് കൊണ്ടുപോകാണ്ട്. അപ്പം തൽക്കാലത്തേക്ക് ഇത് നമ്മൾ ഒരൊറ്റ ചട്ടിയിലാക്കി വെച്ചിട്ട് ബാക്കി നമ്മൾ കൈപ്പശ്ശേരി വീട്ടിൽ പോകുമ്പോൾ അവിടെ കൊണ്ടുപോയി നടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പൂവാണ് കേട്ടോ. നല്ല ഭംഗി അത് ഉണ്ടായി കഴിഞ്ഞാൽ. നല്ല അലങ്കരിക്കാൻ പറ്റിയ ചെടിയാണ്. ഇതിൻ്റെ ഇല കണ്ടോ? ഇതിൻ്റെ ഇല എന്നേക്കാളും വ്യത്യാസമുണ്ട്. എല്ലാം ഒരു ഇനം തന്നെയാണ്, പക്ഷെ ഡിഫറെൻറ്റ് ടൈപ്പാണ്. അതാ താഴേക്ക് വീണുപോയി. പറയണപ്പം നട്ടിട്ടോ. ഈ ഫോണും പിടിച്ചിട്ട് ഒറ്റയ്ക്ക് രണ്ടും കൂടി ആവില്ല. അതുകൊണ്ട് ഞാൻ ഫോൺ ഓഫാക്കിയിട്ടാണ് കുറച്ച് നട്ടത്. ബാക്കി നമുക്ക് ഇങ്ങനെ നട്ട് വെക്കാം. ഈ പൂ വിരിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഇത് പെട്ടെന്ന് പൂ വിരിയും. സാധാരണ എല്ലാ വീട്ടിലും കാണപ്പെടുന്നൊരു നല്ലൊരു ചെടിയാണിത്. കുപ്പിയിലൊക്കെ നട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. ചിലർക്കൊക്കെ അറിയാമായിരിക്കുമല്ലേ. പത്തണി മുല്ല എന്നാണ് ഞങ്ങൾ പറയല്. നമ്മുടെ ഈ മലബാർ സൈഡിലൊക്കെ പത്തണി മുല്ല എന്ന് പറയും. നിങ്ങളെയൊക്കെ നാട്ടിൽ എന്താ പറയുക? ഞാൻ അപ്പുറത്തെ വീട്ടിൽ സലീം കാക്കൻ്റെ വീട്ടിൽ നിന്ന് ഒരമ്മേൻ്റെ അടുത്തുനിന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ പറിച്ചു തന്നു. അത് ഇതിൽ ഈ ഒരു ടൈപ്പില്ലേ എൻ്റെ കയ്യിലുള്ള, ഇതൊരു റോസാപ്പൂവിൻ്റെ മാതിരിയുള്ളൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു ചെടിയാണ്. അപ്പോൾ നമ്മൾ ചെടി നട്ട് കഴിഞ്ഞു. ഈ പൂ വിരിഞ്ഞിട്ട് നമുക്ക് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പൂ വിരിഞ്ഞാൽ ഇതിൽ ചിലതിലൊക്കെ മുട്ടുണ്ട്. ഈ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.